ഞങ്ങൾ അത്ര ഫേമസ് അല്ല. കരഞ്ഞ പോലെ കുടിക്കാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ പറഞ്ഞ ഇന്ന് നല്ല വ്ലോഗ് കിട്ടും. യെസ്, നല്ല ഭംഗിയില്. ഞാൻ കുറച്ച് ഭംഗിയില് സംസാരിക്കാൻ തീരുമാനിച്ചു. എന്താടി കറി പോകട്ടെ ശേഷം? അല്ല, അതല്ല, എന്നുവെച്ചാ ഭയങ്കര ഞാനിങ്ങനെ കൊഞ്ചി കൊഞ്ചി പറയാന്ന് ആൾക്കാരെ വിചാരിക്കില്ലേ? ഇങ്ങനെ കൊഞ്ചണ്ടേ? കൊഞ്ചുമ്പോഴാണ് ആൾക്കാർക്ക് കാണാം. അച്ഛൻ ടൈം കണ്ടു വണ്ടി ഓടിക്കുന്നു, വാ നോക്കുന്നു, വീട് എടുക്കുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ഭംഗിയിൽ സംസാരിച്ചിട്ട് ഭയങ്കര അലമ്പ് ചെയ്യൊന്നുമില്ല. അലമ്പ് ചെയ്യൊന്നുമില്ല. അപ്പൊ പല്ലിയാണല്ലേ, പല്ലിയാണ് പറയാൻ വെച്ചത്. നമ്മൾ പോണത് ചിമ്മിനി ഡാം. ഞാൻ ഇന്ന് കണ്ണെഴുതിട്ടില്ല, കണ്ണതുകൊണ്ട് കരഞ്ഞ പോലെ. നമ്മളിപ്പൊ കോഫി അഡിക്റ്റഡ് ആണ്. അല്ല, അത് കുറച്ചായിട്ട് അഡിക്റ്റഡ് ആണ്. പക്ഷെ ഓരോ സ്ഥലങ്ങളായിട്ടായിരുന്നു അഡിക്റ്റഡ്. ഇതൊക്കെ ആകെ തെറ്റി. അത് എന്നിട്ട് നമ്മ ഒരേ സമയത്ത് ഒരേ കടകൾ മാറി. എന്നിട്ട് ഇപ്പൊ നമ്മള് ഒരു പുതിയ കൊറേ വർഷം പോയി. ഇപ്പൊ നമ്മൾ ആ കടയിലാണ് അഡിക്റ്റഡ്. പച്ച കപ്പില് കോഫി. പച്ചക്കപ്പിൽ ഗൂഗിളും കോഫി. പണ്ട് ഞാൻ കുടിക്കാൻ പറഞ്ഞ കോഫി. പക്ഷെ അവിടുത്തെ കോഫി വേറെ അല്ലാത്ത കാലം എൻ്റെ ഡിഫറെന്റ് ആണ്. നല്ല ടേസ്റ്റ് ആണ്. ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ബാക്കിയുള്ളടത്ത് ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ ഇവിടത്തെ ക്വാളിറ്റി ഇല്ല, ടേസ്റ്റ് ഇല്ല. പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ്, റേറ്റും ഭയങ്കര ക്വാണ്ടിറ്റി ആണ്. കുടിച്ചിട്ട് തീരണില്ലല്ലോ എന്ന് തോന്നുന്നു. പക്ഷെ അത് ഫുൾ മിൽക്ക് തന്നെയാണ്. ഒന്നും പറയാനില്ല, അതിൽ ഒരിക്കലും കുറ്റം പറയാനില്ല. അതിപ്പോ ഗ്ലാസ്സിന് 60 രൂപയില് ഞാൻ സൂപ്പർ എന്ന് പറയുള്ളൂ. അപ്പൊ ഇനി അവിടെ ശരിയാണ്. അവിടെ 2 കോഫി കുടിക്കുന്നത് നമ്മൾ ബാക്കിയുള്ള കടയിൽ കോഫി കുടിക്കുമ്പോൾ ഇവിടെ 2 കോഫി കുടിക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. അതുണ്ട്, 2.5 ഗ്ലാസ് ഉണ്ട് തോന്നുന്നു. ഞാൻ വൈറ്റിറപ്പാണ് പ്രായത കുട്ടി. പക്ഷെ റേറ്റ് നമുക്ക് നഷ്ടമുള്ളൂ. പക്ഷെ പോലീസാണ് ഇന്ന് നോക്കുമ്പോ കിട്ടില്ല. അങ്ങനെയാണല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ കുടിക്കണമെന്ന് വെച്ചാൽ ആള് പോയപ്പോ കട അടച്ചിട്ടിക്കണം. അത് പക്ഷെ രാത്രിയായിരുന്നു. റെജിൽ ചേട്ടൻ വിളിക്കണം. ഇതാ നമ്മുടെ കോഫി. എന്റെ കണ്ണ് പഠിക്കണോ? ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കോഫി കട. ചാലക്കുടിയിലെ കോഫി കടയാണ് ഗോകുലം. പണ്ട് സ്റ്റാർബക്സിലൊക്കെയാണ് ഇങ്ങനത്തെ ഗ്ലാസ്. സ്റ്റാർബക്സ് ഗ്ലാസ്സിൽ ഇല്ല മക്ക. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ്. മഴ. നമ്മൾ കൊട എടുത്തില്ല, റെയിൻകോട്ട് എടുത്തില്ല. രണ്ടും വീട്ടിൽ അവൈലബിൾ ആണ്. രണ്ടെടുക്കാൻ ഞാൻ പറഞ്ഞതാ. ഇന്ന് നനഞ്ഞു പോയാലോ? എന്റെ ഡ്രസ് പ്രശ്നം നനഞ്ഞ ചിലപ്പോ കാലോ കാണും. അപ്പൊ വയറിലാവും. മാറി ഭാഗ്യ ആ മഴയിൽ വീടെടുക്കുന്നത് പെട്ടെന്നൊരു വിചാരം. ശരിയാ, പക്ഷെ അപ്പൊ ഞാൻ വീഡിയോ ഇടായിരുന്നു. നമുക്കറിയാം അവിടെ നല്ല മഴ കാണുന്നില്ല. ശരി ശരി. ആ ബിൽഡിംഗ് നോക്കി. അതിന്റെ മുകളിൽ നമ്മുടെ വീട്ടിൽ മയില്. ഇത് പഴയകാല ബിൽഡിംഗ് അല്ലേ? എന്തായിരുന്നു ഇവിടെ പ്രത്യേകിക്കുന്ന പോസ്റ്റ് ഓഫീസ് പാലപ്പള്ളി സെന്ററിന്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ്. അതല്ല, ആ ബിൽഡിങ്ങിന് മുകളില് എന്തോ എസ്റ്റേറ്റ് ഞാൻ കണ്ടു. ആരിസൺ എസ്റ്റേറ്റ് ആയിരിക്കും. ഇത് ഫേമസ് ആണല്ലേ. ഗുഡ്, ഐ ലവ് ഇറ്റ്. ഇവിടെ ആൾക്കാർ റബ്ബർ തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കണേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ റബ്ബർ തോട്ടം ഉള്ള കാരണം നമുക്കൊരു വിലയില്ല. പിന്നെ നമ്മൾ തായ്ലൻഡ് നമുക്ക് റബ്ബർ തോട്ടം. ഞാൻ ചെറുപ്പം പോലെ റബ്ബർ തോട്ടത്തിലായതുകൊണ്ട് പിന്നെ റബ്ബർ തോട്ടത്തിൽ ഒന്നുമില്ല.
ശരിക്കും നമ്മളിൽ നോക്കുമ്പോ അങ്ങനെയാ. അങ്ങനെയാണ്. നമുക്ക് പണ്ട് ഫുള്ളായിരുന്നു. പുതുക്കാട് എസ്റ്റേറ്റ് 25 ഏക്കർ റബ്ബർത്തോട്ടായിരുന്നല്ലോ. ഇത് ഇതൊരു ചിമ്മോണിയാ. ഇത് മറ്റേ കൊടൈക്കനാൽ കേറുമ്പോഴുള്ള വൈബില്ലേ. ഇത് ഡിസംബർ ഗ്രേ ഫോറസ്റ്റ് കയറി പോലെ. ഇത് ഡിസംബർ മാസമല്ല, ഡിസംബർ മാസത്തിൽ ജൂലൈ. പക്ഷെ ഇതിന്റെ ഇലൊക്കെ പോയി. അത് മരം ചീത്തോ. വേറൊരു ഫീൽ അല്ലേ എനിക്ക്. വേറെ ഒന്നുണ്ടല്ലോ പറമ്പ് ഇപ്പൊ വെട്ടി വൃത്തിയാക്കിട്ടുള്ളൂ. കേരള ഇത് നല്ല വൈബ് സ്ഥലമായിരുന്നല്ലേ. എനിക്ക് കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് വെച്ചിട്ടുണ്ട്. ആ കൊച്ചി യൂട്യൂബിൽ വരാൻ വേണ്ടി. മോളെ ഞങ്ങൾ അത്ര ഫേമസ് അല്ല. ഇനി എങ്ങാനും ആ കൊച്ചിന് 2 വർഷം എടുത്തോ. ടാറ്റാണ് യെസുവിനെ പോലെ പിടിച്ചിരിക്കണ്ടല്ലോ. പറഞ്ഞു നല്ല സ്ഥലല്ലേ ഇത്. ഞാൻ കനാലാന്ന് വെച്ചത്. കനാലല്ല, പുഴ പോലെ തന്നെയാ. നല്ല ഫോഴ്സാ. ഇതിങ്ങനെ ചത്തു. എന്നിട്ട് കല്ലെടുത്ത് തന്നെയാണോ മീൻ പിടിക്കാൻ രസമായിരിക്കില്ലേ? ഇന്ന് മീൻ പിടിക്കാൻ പോകാന്നല്ല പറഞ്ഞേണ്ട. ഇതിന്റെ ഭംഗിന്ന് വെച്ചാലേ ഫുള്ളി പച്ച നിറക്കിൽ ഇങ്ങനെ മറ്റേ ഈ ഡൈനോസറിന്റെ സിനിമയിലൊക്കെ പേടിക്കുന്നതാണ് കാണിക്കുന്നത്. ആനക്കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് വിശ്വസിക്കും. നമുക്ക് ഇവിടെ പോണോ? അതിവിടെ പോവാലേ? ഇതാക്കണ്ട വേണ്ടേ? ഇതാണ് വലിയ. അതിവിടെ ഇറങ്ങിക്കോ. നൈസ് വ്യൂ ആണ്. റബ്ബർ തോട്ടത്തിന്റെ ഇടയിലുള്ള പുഴ. ഫോഴ്സ് നോക്കി എന്താ അല്ലേ, ഒടുക്കത്തെ ഫോഴ്സ് അല്ലേ. നൈസ് വ്യൂ. മരത്തിന് വലിപ്പം നോക്കി, എന്താ വലിപ്പം. ഇത് എനിക്കറിയില്ല മോളെ. ഈ മരം എല്ലായിടത്തും ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു മരത്തിനുള്ളിലേ കല്യാണത്തിനായിട്ട് ഇതറിയില്ല ശരിക്കേ. വരുമ്പോഴൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഇവിടെ ഒക്കെ ഒരു ടെൻ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു വീട് അതേടെ അവിടെ അറിയില്ല. അത് വരുമ്പോൾ ഉണ്ടെന്ന്. ഇവിടെ ശരിക്കും റബ്ബർ വീട് തൊട്ടപ്പുറത്തൊരു വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഡാം തുറന്നിട്ടുണ്ടാവും. അതായിരിക്കും ഇത്രയും ഫോഴ്സിൽ വെള്ളം വരുന്നത്. ഇതിൽ മീനുണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ വെള്ളം ക്ലിയർ ആടി. ഇവിടൊക്കെ ഇറങ്ങണ സ്ഥല. ഇവിടെ പിന്നെ ചാവില്ല. ഇത് മറ്റേ തുപ്പൽ തൊടിച്ചില്ലേ, തുപ്പൽ മീനുണ്ട്. തുപ്പൽ ഇട്ടിട്ട് തിന്നാവര മീൻ. അപ്പോൾ ഇവിടെ നല്ല ഇങ്ങനത്തെ വ്യൂ ആണ്. നമുക്ക് ഇവിടെ വന്ന് ഒന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അവിടെയൊക്കെ പോയി കഴിച്ച് ചില്ല് ചെയ്ത് പോവാം. നല്ല അടിപൊളി വൈബുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ ചിമ്മണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഇല്ല. ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്കല്ല, കടത്തി വിടാനുള്ള ഇത്. അപ്പോൾ ടിക്കറ്റ് കാശൊക്കെ എത്രയാവുമെന്ന് എനിക്കറിയില്ല. അത് അവിടെ എന്ത് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. നിറച്ചും പോലീസുകാരും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി. ഇനി ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ നെറ്റില്ല, ഒന്നുമില്ല. വരുമ്പോൾ എല്ലാവരും പൈസ കയ്യിൽ വെച്ചിട്ട് തന്നെ വന്നം. ഒരാൾക്ക് 40 rupees, 40 80. പിന്നെ കാറിന് 55, 135. അപ്പൊ ഞാൻ 200 നോട്ട് കൊടുത്തു. പിന്നെ ആള് വെച്ച് ചില്ലറ ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ 10ന്റെ 50 രൂപ ഉള്ളതെന്ന് പറഞ്ഞപ്പോ 50 രൂപ ചോദിച്ചു. അപ്പൊ 250 കൊടുത്തു. ആളെ എനിക്ക് 110 തിരിച്ചു തന്നു. കറക്റ്റ് ആയ എത്ര പറഞ്ഞ 135. ആള് ചില്ലറ ഇല്ലാന്നോ ഉണ്ടെന്നോ എന്തോ പറഞ്ഞു. നമ്മുടെ 5 രൂപ പോയി. ചണ്ടി ഇത്ര കാശുണ്ടല്ലേ? അല്ല നമ്മളിപ്പോ 5 മണിക്ക് പുറത്തേക്ക് ഇറങ്ങണ. 5 മണിയുടെ കയറ്റുള്ളൂ അല്ലേ? എടി ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് പണ്ട് കോളേജിൽ പഠിക്കുമ്പേ. പിള്ളേരായിട്ട് കൊറേ കോളേജ് പിള്ളേര് ജോബിന്റെ എന്റെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്. അത് ഈ ഡാം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഓർമ്മയില്ല. അന്ന് ബൈക്കിൽ കൊറേ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് ഈ എൻട്രി അല്ല, വേറെ എൻട്രി. അന്ന് റബ്ബർ തോട്ടത്തിൽ ഞാൻ കണ്ടില്ല. അത് തൃശ്ശൂരിൽ നിന്നാ. ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് ജോബ് ഫെയറിന് പോയിട്ട്
എല്ലാ ബാച്ചിലും ഈസിയും ഒക്കെ ഞങ്ങൾ ചെക്കന്മാർ മൊത്തം ബൈക്കിന് പടച്ചു വന്നിട്ടുണ്ട്. അതെനിക്ക് ഇവിടെ നിന്നപ്പോൾ ഓർമ്മ വന്നേ. പക്ഷെ അന്ന് റബ്ബറും തോട്ടമൊക്കെ കണ്ടത് എനിക്ക് ഓർമ്മയില്ല. വേറെ കുറച്ചുകൊണ്ടൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഡാം സൈറ്റ് നമുക്ക് അങ്ങോട്ട് അറിയാം. മുകളില് പാർക്കിംഗ് ഗ്രൗണ്ട്, ചെമ്മിനി ഡാം വ്യൂ, മെഡിക്കൽ ഗാർഡൻ, എക്കോ ഷോപ്പ്, സ്റ്റാർ ഫോറസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പൊ ആദ്യം അത് കണ്ടിട്ട് തിരിച്ചു തരാം. സ്റ്റോപ്പ് ചെയ്തോ. അങ്ങനെ നമ്മൾ ചെമ്മിനി ഡാം എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് കുരങ്ങന്മാരുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മൾ നേരെ 2 വഴി ഉണ്ടായിരുന്നു. നമ്മൾ നേരെ മേലേക്ക് വന്നപ്പോൾ നേരെ ഡാമിവിടെ എത്തി. ഇപ്പം പശുവിനെല്ലാം കൊമ്പില്ലേ? ആ ഉണ്ട്. ഇങ്ങനെ ഏറ്റവും വൈബിള് സ്ഥലമല്ലേ? ആ ഉണ്ടെങ്കിൽ ആൾക്കാർ കമന്റ് ചെയ്യും. എന്തായാലും കാണാത്താറ് പിന്നെ ആരും കമന്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇതാണ് റിസർവയർ. എടി നമുക്കേ അതെ അവിടെ ഇതൊക്കെ ഉണ്ട്. ആ എടി ഇവിടെ ഒരു ട്രക്കിങ് തോന്നുന്നു. ഇവരോട് ചോദിക്കണോ? എവിടെ? ആ ഓക്കെ. നമുക്കിവിടെ 5 കിലോമീറ്റർ ട്രക്കിങ് അടുത്ത ഞായറാഴ്ച ഉണ്ടല്ലോ. എനിക്ക് ഷൂ ഇല്ലല്ലോ. ചിലപ്പോൾ ഷൂ മേടിക്കേണ്ടി വരും. ഈ ഷോപ്പ് കഫ്തീരിയ നല്ല സ്പീഡ് കറക്കിട്ട് അപ്പുറത്ത് പറഞ്ഞിരിക്കോ. നിറച്ചക്കറുള്ള ആ ശരിയാണല്ലേ. ഡാമിന്റെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ എവിടെയും പറ്റാറില്ലാന്നോ നമ്മളുണ്ട്. പക്ഷെ ഡാമിന്റെ അടുത്ത് താഴേക്ക് ഇറക്കില്ലല്ലോ. ഒരു ശിക്ഷാർന്ന് എഴുതിച്ചിട്ടുണ്ടായി. പക്ഷെ എല്ലാവരും കയറിണ്ടല്ലോ. ഇവിടെ എന്നിട്ട് കൂട്ട ഫൈൻ അടിപ്പിക്കോ? എഴുതി വെച്ചിട്ടല്ലോ ഫൈൻ. പക്ഷെ അവിടെ ഇത് അതാണ് അവിടെ ടിക്കറ്റ് എന്നാണ്. ബോട്ടിങ് പോയിട്ട് അപ്പുറത്ത്. ഇത് ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ പാവം നടന്ന് പോവാണെങ്കിൽ അയാള് വയ്യാണ്ടാവില്ലേ? ഇയാൾക്ക് എത്ര പ്രാവശ്യം ഓടിക്കാൻ പറ്റായിരിക്കാവോ? ചത്തൂലേ അവിടെ വരെ കുറേ പ്രാവശ്യം. ഇതേട് ആ ഡാമിൻ്റെ കല്ലും കാര്യങ്ങളും എർത്ത് ഡാം വൈബല്ലേ? നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് പ്രശ്നമില്ല. അല്ല നിനക്ക് നനയുടെ പ്രശ്നം ഉണ്ടാവല്ലോ. എനിക്ക് അങ്ങനെ നനയുടെ പ്രശ്നമില്ല. ഇപ്പം നമ്മൾ ഈ ഡാം ഉണ്ടാക്കിയെന്ന് വെച്ചാലേ ഫുൾ മണ്ണുകൊണ്ട് മാത്രമാണ്. അതാണ് എർത്ത് ഡാം എന്ന് പറയണേ. ജസ്റ്റ് കല്ല് മണ്ണ് മാത്രമേ ഉള്ളൂ. കല്ല് മണ്ണും ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കയറി ഭയങ്കര വ്യത്യാസമായി. പക്ഷെ എനിക്ക് ഞാൻ അപ്പുറ സൈഡിൽ കൂടെ എനിക്ക് വന്നിട്ടുണ്ടാവും. അവിടെ ഫ്രണ്ടിൽ ബൈക്ക് അവിടെ ഫുഡ് കഴിക്കണ കടയൊക്കെ ഇരുന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എൻ്റെ ഫോട്ടോ ഉണ്ട് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഫേസ്ബുക്കിൽ. അപ്പോൾ ഇതാണ് എൻ്റെ വ്യൂ, ടോപ്പ് വ്യൂ. അവിടെ ഇറങ്ങണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങാൻ പറ്റില്ലല്ലേ? ഇതാണ് ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ. ഇവിടെ നോക്കി ഫ്ലൈറ്റ് വരെ കാണാമല്ലേ? ഇത് കണ്ട ആദ്യമായിട്ടായിരിക്കും ഒരു ഡാമിൽ ഇതില്ലാത്ത ടാറോ സിമെൻ്റോ ഒന്നും ഇല്ലാത്ത. ഇത് മണ്ണുകൊണ്ട് ഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഡാമാണെന്ന് എൻ്റെ വിശ്വാസം. അതാ എർത്ത് ഡാം. അതാ വേറെ സിമെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇത് കണ്ട മണ്ണിട്ട് ഇങ്ങനെ കല്ലിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ ഡാമാക്കി എടുത്തതാ. അപ്പം അതാറ് അത്ര സ്ട്രോങ് ഉണ്ടാവുള്ളൂ. അങ്ങനല്ല പൊട്ടിപ്പോയി അത്ര ഉള്ളൂന്ന് മനസ്സിലായ? നല്ല ഐറ്റുണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ കാര്യം ഇതിൻ്റെ അപ്പുറത്തായിരിക്കും നമ്മുടെ സ്ഥലം. മലയാറ്റൂർ മലക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. മലയാറ്റൂർ കനകമല. നമ്മളിതിൻ്റെ അപ്പുറത്തായിരിക്കും താമസിക്കുന്നത്. മനസ്സിലായ? അയ്യോ അവരെ ആടെയായിരുന്നില്ലേ വീഡിയോയില് സർപ്രൈസ് ആയിട്ട്. നമ്മൾ
എന്നിട്ടാ പപ്പേനെയും മമ്മേനെയും കണ്ടു. നീ ഇവിടെ നോക്കണ അവിടേക്ക് ആന നിൽക്കാൻ ആ അവര് നേരത്തെ പറഞ്ഞത് ഇവിടെ ആന വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയിരുന്നു എന്നൊക്കെ. അവര് പറഞ്ഞ മറ്റു വഴിയില്ലേ, ആ വഴിയിൽ ഇനി അടുത്ത ദിവസം വരാം. എന്നിട്ടവിടെ കയറണ്ട. ഒരു ചേട്ടൻ ഡാമിൽ മീൻ പിടിക്കുന്നു, വല വീശുന്നു. കിട്ടിണ്ടാവോ? സോമിയാണോ? ഇല്ലേ, കിട്ടിട്ടില്ല. പാവം ചേട്ടാ, ഒന്നുകൂടി വല വീശു. കിട്ടിട്ടില്ല. നൈസില്ലേ? ഡെറ്റേക്കുള്ള ഡൗട്ട് ഈ സൈഡാണ്ടാ. ഡൗട്ട് മനസ്സിലായി. ഇതാണ് ഈ സൈഡ്, ഇവിടെ വെള്ളമില്ലാത്ത സൈഡ്. ഇത് വെള്ളം സ്റ്റോറിന് അപ്പുറ സൈഡ്. അതാണ് ഡാം. ഇതൊക്കെ ഡാം തന്നെയാണ്. അതിൻ്റെ മെയിൻ തുറക്കം നടക്കുന്ന സ്ഥലം. അതാ സൈഡ്. ഇത് ഇപ്പുറത്ത് അതിൻ്റെ കനാലിൽ പോണ വെള്ളം. ഇത് നമ്മൾ അതിൻ്റെ നടുവിൽ കൂടെ പോകുന്നു. അത് കാട്ടുപോത്തിന് കാണാം. ഇത് ഇവിടെ കാട് പിടിച്ചിറക്കുമ്പോൾ ഇതുപോലെ ഡാമേ വേറെ എവിടെ ഞാൻ പോയിപ്പോൾ കണ്ടിട്ടുണ്ട്. അത് എവിടെയാ? തമിഴ്നാട്ടിലാണോ? ഫാമിലി ആയിട്ട് പോയിട്ട് ഡിറ്റക്ക വിചാരം മാത്രമേ ഉള്ളൂന്നല്ലേ. കള്ളി മരക്ക് അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഷട്ടറിനടുത്തി. ഇവിടെ 1996 കഴിഞ്ഞ ഇവിടേക്കുണ്ട് ടോപ്പ് ലെവൽ ഓഫ് എർത്ത് ഡാം. ഇത് എർത്ത് ഡാം ഉണ്ടോ? മാക്സിമം കപ്പാസിറ്റി എന്തൊക്കെയുണ്ട് ബാ അത് കണ്ടിട്ട് നമുക്കറിയിട്ട് പ്രത്യേകിച്ച് വിവരമില്ലാത്തവരും കുഴപ്പമില്ലല്ലോ. ഇതാണ് ഡാമിൻ്റെ എർത്ത് ഡാം എന്ന് ഞാനല്ല പറഞ്ഞത്. കുണ്ടി അതിൻ്റെ അർത്ഥം പോലും അറിയില്ലല്ലോ. മറ്റേ റേബാൻ്റെ ഒരു ഷോർട്ട്സ് എടുക്കാട്ടാ. അത് വാങ്ങിച്ചാൽ പോയല്ലോ. ഇല്ല, ഇതിൻ്റെ അടിഭാഗം കണ്ടേ? ഇവിടെയാണ് ഞാൻ പണ്ട് ബൈക്കിന് വന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ ചെറിയ കയറ്റല്ലേ ഡിറ്റ. ഇതൊക്കെ നമ്മളിതിൻ്റെ അപ്പുറം കയറി ചാടി കടന്നവനല്ലേ. പക്ഷെ കാൽമർ മസിൽ പിടുത്തം പോലെ ഉണ്ട്. യെസ്, ഇതാണ്. ഇത് സിമെൻ്റ് ഇട്ടാണ്ട്, ഇത് എർത്തല്ലാന്ന്. സിമെൻ്റ് ഒക്കെ ഇട്ടുള്ള ഡാം. ഇതാണ് ഷട്ടർ തുറന്നേക്കണൊക്കെ. ഈ സൈഡിൽ കൂടെ ആൾക്കാർ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ഇവിടുത്തെ കാണാൻ വന്ന ഏതാണ്ട് വെള്ളം ചാടുന്ന നോക്കി. ഓ അടിപൊളി. വയതി കൂടെ പോകാൻ പറ്റും, നോക്കാം. കേരൾ ഇറങ്ങൽ ഇറ്റ്സ് എ നോട്ട് എ ബിഗ് ഡീൽ ബേബേ. ഇത് ഇവിടെ വരെ നമുക്ക് അത് കൂടെ പോകാം. അതുകൊണ്ട് താഴെ സ്റ്റെപ്പുണ്ട്. ഇവിടേക്ക് വരാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, പക്ഷെ ഇവിടെ വന്നാലും അങ്ങോട്ടേക്ക് നടക്കണം. സെയിം തന്നെയാ. ഇതാണ് എൻ്റെ താഴേക്കുള്ള വഴി. അവിടെയാണ് വ്യൂ. ഓടി ആ വണ്ടി എടുത്ത് ഇങ്ങനെ ഇവിടെയൊക്കെ പോവാം, നേരെ അടിക്ക് പോവാം. നൈസ്. അങ്ങനെ നമ്മൾ വെള്ളം തുറന്ന്, എന്നിട്ട് ഇത് പറയാം വാട്ടർ ഫോൾസ് അല്ലേ, വെള്ളം തുറന്നൊരു സ്ഥലം കാണാം. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നേ. വാട്ടർ ഫോൾ അല്ലല്ലോ, എന്നിട്ട് പറയാ ഷട്ടർ തുറന്നിട്ട് കാണാം. ഡാമിന് ഷട്ടർ നല്ല ഫോഴ്സ് മോളെ. ഈ വഴി പോവാം, ആ വഴി കയറാം. ആണോ? ഈ ഡാമൊക്കെ ഭയങ്കര പഴയ ഡാം. 1996 ഓ എടി അവര് പറഞ്ഞ താഴെ നിന്നാലേ കുളിക്കേണ്ട ആവശ്യമില്ലാണ്. ആ മഴ, ആ വെള്ളേ വാട്ടർ വേപ്പറാണ് അടിക്കണേ. ഞാൻ വന്ന അപ്പുറ സൈഡിലാ. അതെനിക്കറിയാം. ഓ നൈസ് വ്യൂ. വഴി കൊടുക്കും, അതിൽ വണ്ടി അടിച്ചോണ്ടു. നൈസല്ലേ എടി. അതാ പറഞ്ഞ ഒരു ഷോർട്സ് കണ്ടെന്നറിയോ? അവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്ത് നനയുന്നതല്ല, ഈ വെള്ളത്തിന്റെ ഫോഴ്സിൽ നനയുന്നതാണ്. അങ്ങനെ ഒരു ഷോർട്സ് എടുക്കാതെ നൈസല്ലേ. വെള്ളത് ഇപ്പൊ നോക്കി നല്ല ദൂരമുണ്ട് ശരിക്കും. ഈ തുറന്നിടുമ്പോ എൻ്റെ ഇവിടുത്തെ ഫ്ലോ നേരത്തെ കണ്ട വെള്ളത്തിന്റെ ഫ്ലോ ഭയങ്കര ഫോഴ്സ് ഇല്ലേ, ഇത് ഇവിടുന്ന് വരുന്നതാ. നൈസല്ലേ. പഴയ കാല വണ്ടികൾ. ഡേറ്റയ്ക്ക് ധൈര്യം ഉണ്ടാവും. അതേ വഴിയുണ്ട്. േടി ദേ വഴി. ഇത്ര വൃത്തിയുള്ള സ്ഥല.
JCB പണ്ടത്തെ മെഷീൻസ് ഇത് പണ്ടപ്പുണ്ടായ പണിയാൻ ഉപയോഗിച്ച വണ്ടികളായിരിക്കും. പിന്നെ ഭയങ്കര ലാഭമായി ഇപ്പൊ. ആ അത് കഴിഞ്ഞപ്പോ അവർ കളഞ്ഞുണ്ടാവും. മനസ്സിലായ ഡിച്ചോ ഇത് നടന്ന് ഡിച്ച് ഇറക്കാണല്ലോ. ബൈക്ക് അതായിരിക്കും. ആ നടക്ക്, ഞാൻ നടക്കട്ടെ. ചെരുപ്പൂരാണോ എടി? ആ വഴിയിൽ എത്ര ഇതില്ല തോന്നുന്നു. വെള്ളത്തിന്റെ ഇത് നോക്കി, ഫോഴ്സ് നോക്കി, ഇവാപ്പറേഷൻ എന്നിട്ട് പറയാ. ഇവിടുത്തെ നോക്കി, ഇവിടുത്തെ വ്യൂ നോക്കി, എന്ത് രസമല്ലേ? എന്ത് ഭയങ്കര താഴെയാണ്. ആ എന്നിട്ട് ഫോട്ടോക്കട്ടെ എങ്ങനെയുണ്ട്? ഓക്കെ ഇങ്ങോട്ട് എൻ്റെ എങ്ങനെയുണ്ട് ഡിറ്റോ? ഇഷ്ടപ്പെട്ട? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നായിരുന്നു. രസമുണ്ടല്ലേ? നനഞ്ഞു പൊളിഞ്ഞ വെള്ളച്ചാട്ടം സൂപ്പറായല്ലേ? എക്സ്പെക്റ്റഡ് ആയിരുന്നെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇതാണ് ചെമ്മണി പാർക്ക്. ഡാമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പാർക്ക്. അപ്പോൾ ഈ വഴി ഉദ്യാനം, ഔഷധങ്ങളുള്ള ഇതൊക്കെ മെഡിക്കൽ പ്ലാന്റ്സ്, ഇതൊക്കെയാണ് മെഡിക്കൽ പ്ലാന്റ്സ്. അപ്പോൾ ഈ വഴി ഇതിൻ്റെ ഉള്ളിലും കുറേ കറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ട്. ഇതിവിടെയും ഓരോ സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൈകിട്ട് 6 മണി കഴിഞ്ഞ്. ഇനി അങ്ങോട്ടേക്ക് എന്തോരം ദൂരം ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ കുറേ മെഡിക്കൽ പ്ലാന്റ്സ് കുറേ അങ്ങോട്ട് ദൂരം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നൈസ് വൈബാണ്. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ വന്ന് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, പിള്ളേരൊക്കെ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. രാത്രി 6 മണി ആയതുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യരും ഇല്ല എങ്ങോട്ട്. ചിലപ്പോൾ ഞാൻ വിചാരിച്ചേ ഇങ്ങനെ പോയിട്ട് അവിടെ നല്ല വ്യൂ ഉണ്ടാവുന്നു. വ്യൂ പോയിന്റ് ദന്തപാത. ഇത് മെഡിസിനൽ പ്ലാന്റ്സ് മാത്രമുള്ള സ്ഥലം. അത് കഴിഞ്ഞു തോന്നല്ലേ? അപ്പോൾ ഇതാണ് പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. നീ പറഞ്ഞില്ലേ ബൊട്ടാണിക്കൽ ഗാർഡൻ? ഇതാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. അതിന് പേര് വേറെ, ഇത് മെഡിക്കൽ പ്ലാന്റ്സ്. മനസ്സിലായ? ഇത് വീണ്ടും അങ്ങോട്ടേക്ക് ഉണ്ട്. ഫ്ലവേഴ്സ് അല്ലേ? അങ്ങനെ അങ്ങോട്ടുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാവില്ല, ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ഈ സമയം കൊണ്ട് റിസ്കാ. വേണ്ട, ആൾക്കാരില്ലല്ലോ. അവരാ ഗേറ്റും പൂട്ടി പോയാലേ ഇത് പൂട്ടില്ല, പൂട്ടാൻ ഇതൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് കാറും കൊണ്ടുവരുന്നു. ഡോർ തുറക്കണ്ടാ, കാറ് മൊത്തം നൈസ്. ഷോർട്സ് എടുക്കണത് നൈസ് അല്ലേ? ഇവിടുന്ന് കാണുമ്പോ ഇങ്ങനെ എന്തോ ബ്ലാസ്റ്റ് ആണ് പോലെ. മഞ്ഞ കളറുകൾ എന്തത് വീഡിയോ കിട്ടിയാ? പക്ഷെ അങ്ങ് കാല് വെക്കിയത് കിട്ടില്ല. നമ്മ ഇങ്ങോട്ട് കാണിച്ചാ ബംഗ്ലാവ്. ഈ വഴി വീട്ടിലേക്ക് പോകാൻ വഴിയുണ്ടോ? ഡാം വ്യൂ പോയിന്റ്. ഡാം വ്യൂ പോയിന്റ് അവിടെ തന്നെയാണ് വ്യൂ പോയിന്റ്. കിട്ടാം